എല്ലാവർക്കും മഴ വ്ളോഗിലോട്ട് സ്വാഗതം. വല്ലാണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ തോട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ കുട എടുക്കാൻ മറന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഴച്ചാറ്റിലുണ്ട്. ഞാൻ മഴ കൊണ്ട് പാടത്തിക്കൂടെ വരികയാണ്. കപക്കെട്ട് ശ്വാസം മുട്ടും അല്ലെങ്കിൽ തന്നെ മാറിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ പറയും വേണ്ട, നല്ല രീതിക്ക് വയ്യായ കൂടിക്കോളും. നട്ടാറ വെയിലത്ത് ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന തോടും പാടവും ഒക്കെ മഴവെള്ളം കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായി കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ എള്ളുപാടം നാശമായിട്ടുണ്ട് കേട്ടോ. എള്ളം ഉണങ്ങിയതും മൂത്തതൊക്കെ ഉണ്ട്. പക്ഷെ അത് അവരെന്താ പറിച്ചെടുക്കാത്തതെന്ന് അറിയില്ല. കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ അടുത്ത വർഷം നല്ല രീതിക്ക് മുളച്ച് പൊന്താൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നാശമായിരുന്നു ആകെ. ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ തല്ലിക്കൊല്ലുന്ന ഉറപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ വയ്യായി വന്നിട്ട് ഡോക്ടർക്ക് പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻ്റാണ് ആൾക്ക്. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ഗുളിക മേടിച്ചുകൊണ്ടൊന്ന് കുടിച്ച് അങ്ങനെയൊക്കെ വയ്യായ മാറ്റുന്ന ആളാണ്. എന്തോ എനിക്ക് ഈ മഴച്ചാറ്റിൽ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല രീതിക്ക് നനയുന്നുണ്ട്. ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ഫോണെന്ന് അറിയരുത്, അത്രയുള്ളൂ. നല്ല കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മരുന്ന് കുടിച്ചാൽ മാറും. ഫോൺ കിടന്ന് എന്തായാലും പെടുത്തൊന്നും നല്ല ഫോൺ കിട്ടൂല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേട്ടോ. അയ്യോ നല്ല മഴ പെയ്തല്ലോ ഭഗവാനെ. കുഞ്ഞി ചാറ്റിൽ കണ്ടുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയി നടന്ന് വ്ളോഗൊക്കെ എടുത്തത്. പക്ഷെ നല്ല രീതിക്ക് വലിയ വലിയ മഴത്തുള്ളികൾ വന്നപ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാടമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. നല്ല പച്ചപ്പും അതുപോലെ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് കുറേശ്ശെ വെള്ളവും കണ്ടില്ലേ. നമ്മളുടെ കുളവും അതുപോലെ കിണറും ഒക്കെ നിറഞ്ഞു പൊന്തിയിട്ടുണ്ട്. ഈ കുളം ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ ഓർക്കണേ കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഈ ഒരു മഴക്കാലത്താണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ പോകുന്ന പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ മഴ പെയ്തപ്പോഴേ ഞാൻ ഓർത്തു വിട്ടോ, ഈശ്വരാ ഞാൻ സോപ്പ് പൊടിയിൽ വെള്ളത്തുണികൾ മുക്കിയിട്ടാണല്ലോ, മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ചെറിയ തോതിൽ തന്നെ മഴയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും നനഞ്ഞാണ്. എന്നാൽ ഉണ്ണിയോക്ക് ചായയും കഴിക്കാനുള്ള എന്തെങ്കിലും അവിടെ സെറ്റാക്കിയിട്ട് തുണിയോട് തിരുമ്പി അകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. നമ്മുടെ ചായക്ക് അവല് നനയ്ക്കുകയാണ് കേട്ടോ. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവർക്കറിയാം എൻ്റെ ആൺമക്കൾ എന്നെ സഹായിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അറിയാം എൻ്റെ മക്കൾ അവർക്ക് പറ്റുന്ന പോലെ എന്നെ വീട്ടിൽ സഹായിക്കാറുണ്ട്. അതൊരു മോശം കാര്യമായി കണക്കാക്കിയിട്ട് എൻ്റെ മക്കളെ മുന്നിൽ നിന്നും അല്ലാതെയൊക്കെ എൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഇങ്ങനെ പണിയെടുപ്പിക്കാവോ, അത് ശരിയാണോ എന്ന രീതിയിൽ സംസാരിക്കുന്ന കുറേ പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ആൺകുട്ടികൾ പണിയെടുത്താൽ അവർക്കൊന്നും സംഭവിക്കില്ല. അവരൊറ്റയ്ക്കാവുമ്പോൾ പണിയെടുത്തോളും, അമ്മമാർ കൂടെ ഉണ്ടാകുമ്പോൾ പണിയെടുപ്പിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. അമ്മമാർക്ക് അവർ സഹായിച്ചാൽ മാത്രമാണ് നാളെ അവന്മാരുടെ ഭാര്യമാരെ സഹായിക്കൂ, മക്കളെ സഹായിക്കൂ. അതല്ലാന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും ഭാര്യയ്ക്കും എത്ര വയ്യാലും അത് നോക്കിയിരുന്ന് അവർ വെച്ചുണ്ടാക്കുന്നത് അങ്ങനെ എടുത്ത് കഴിക്കും. അതൊരു നല്ല ശീലമായിട്ട് ഞാൻ കണക്കാക്കണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ തന്നെ വളർത്തും. തുറക്കടാ, അമ്മ തുറക്കണില്ലേ? തുറക്ക് 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 അച്ചു തുറക്കടാ. അവിടെ തുറക്കടാ ഒന്ന്. ഡാ തുറക്കേ അമ്മ, തുറക്കം പറ. ഇക്കും അച്ചു നല്ല ദേഷ്യം വേണ്ടി തുറന്നങ്ങട്. ഇനി പോയി പാടി. അമ്മ ഫോൺ, നിങ്ങൾ ഫോണ് പോടാ ചെറുക്ക, വിട്ട് പോടാ. രാവിലത്തെ മഴ നല്ല പണി തന്നിട്ടുണ്ട് കേട്ടോ. കഫക്കെട്ടൊക്കെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. തീരെ വയ്യ. ഞാനിപ്പോ ഒരു പാരസെറ്റമോളിന്റെ ഗുളിക കുടിച്ചല്ലോ. ഫോണൊക്കെ നായ കടിച്ചോണ്ടുള്ള അവസ്ഥ എന്താ? വല്യമ്മ പോയപ്പോ കുട്ടികളുടെ അച്ഛൻ്റെ മണ്ണാർക്കെല്ലാം പോയതാണ് കേട്ടോ. അച്ഛൻ്റെ കയ്യില് അവന്റെ ചേച്ചി ഫോൺ കൊടുത്തു. അവനത് കൊണ്ടുപോയിട്ട് തറവാടിന്റെ താഴ്വാരത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അവർ നാമതില്ലേന്ന് കൽവിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് നായ ഫോൺ എടുത്തിട്ട് കടിച്ചിട്ട് ഓടി. പിന്നെ ആരെടുത്ത് പിന്നെ വല്യമ്മ പോയിട്ട് അവൻ്റെ വല്യമ്മ പോയി
ഞാൻ എന്തായാലും ഉടച്ചു കിട്ടോ ഫോൺ കിട്ടി. അപ്പോൾ അച്ചൂട്ടൻ ആ കാര്യമൊക്കെ പറയുകയാണ് വന്നിട്ട് എൻ്റെ അടുത്ത്. അതുപോലെ 2 ദിവസം മുന്നേ അച്ചൂട്ടൻ കളിക്കാൻ പോയ സമയത്ത് നമ്മുടെ അവിടെ എല്ലാവരും വീട്ടുകാർ അച്ചൂട്ടന് മുരിങ്ങ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം ആ മുരിങ്ങയൊക്കെ നന്നാക്കി കിട്ടും, നാളെ കറി വയ്ക്കാം. ആദ്യം ഇന്ന് കരാട്ടയ്ക്ക് പോയിരിക്കുകയാണ്, വെള്ളിയാഴ്ച അല്ലേ. പിന്നെ നമ്മൾ അച്ചൂട്ടൻ കരാട്ട നിർത്തിയിട്ടോ. അച്ചു വന്ന് പറയ്, എന്താ കരാട്ട നിർത്താൻ കാരണം എന്താ? എന്താണോ ഉണ്ടാക്കി പറയണ്ട. അതാണ് സത്യം. അച്ചൂട്ടിന് മടിയാണ്. യൂണിഫോമൊക്കെ വാങ്ങി 800 രൂപയായി യൂണിഫോമിന്. അപ്പോൾ അവൻ പറയുകയാണെങ്കിൽ ഞാൻ പോണില്ല. അപ്പോൾ അവൻ പറയണ കാരണം എന്താ അറിയോ? ആദ്യം പറഞ്ഞു അവന് ജിമ്മിനും കൂടി പോകണം കേട്ടോ. അച്ചൂട്ടൻ പറയാണ് എന്നാ ഏട്ടൻ പൊക്കോ, ജിമ്മിന് പൊക്കോ, ഞാൻ കരാട്ടം നിർത്താം, നിൻ്റെ ഫീസ് എടുത്തിട്ടോ അവന് ജിമ്മിന് കൊടുക്കാലോ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്തൊരു സ്നേഹമുള്ള നീരാണ്. പക്ഷെ ഒരു സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. സ്നേഹം ഉണ്ടാവും. ഇതെന്താ എന്താ കുഞ്ഞേ അങ്ങനെ ചെയ്താണത്? കൊടുക്കാൻ കാട്ടണ്ടേ? എങ്ങനെ റൗണ്ടായിട്ട്? ഇത് ലാസ്റ്റ് എടുക്കും ഫുൾ പുകയില്ലേ, റൗണ്ട് പുകയണ്ട. അമ്മയ്ക്ക് ശ്വാസം കൂട്ടാൻ പോകെ. അപ്പൊ ഏട്ടന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത അനിയനാണ് നമ്മൾ അച്ചൂട്ടൻ. അച്ചൂട്ടൻ ഒന്ന് പറയേ. ആണോ? ത്യാഗം എന്ന് വെറുതെ പറയാണ്. സത്യം പറഞ്ഞാൽ അവന് വയ്യ, അതാണ് മെയിനായിട്ട് കാര്യം. കരാട്ട കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം അവന് എണീക്കുകയും ചെയ്യില്ല. പിന്നെ അവർ റോബോട്ട് നടക്കണ പോലെയൊക്കെയാണ് നടക്കുക. അപ്പോൾ മെയിനായിട്ട് അതാണ്. അവന് കള്ളമടിയാണ്. വെറുതെ എൻ്റെ 2-3-4 മാസത്തെ ഫീസ് പോയി. 6 മാസത്തെ എല്ലാ കണക്കൊക്കെ നല്ല ബോധ്യമുണ്ട് കേട്ടോ അവന്. എന്നെക്കാളും കണക്കൊക്കെ ബോധ്യവാനാണ്. എപ്പോഴും ഉണ്ട് ഏട്ടനെ ചലഞ്ച് ചെയ്യല്ലേ നമുക്ക്. എന്താ ഉണ്ണിയാ അത്? ഒരു തവണ നമ്മളൊരു വീഡിയോ ഇതാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഹെയർ പുള്ളിങ് ചാലഞ്ച് ഞങ്ങൾ ചെയ്തിരിക്കണോ ഇനിയും ഇങ്ങനെ കമന്റിൽ ചാലഞ്ച് ചെയ്യാം. അതെ, എന്തിനാ വെറുതെ എനിക്ക് വേദന ചുറ്റിക്കാൻ വയ്യ. ഇവന്റെ ഹെയർ ഞാൻ ചെയ്യാം, ഇതാണ് ചെയ്യാം. അവിടെ പണിയല്ല. ഇമാതിരി ചാലഞ്ചിനൊന്നും ഞങ്ങളില്ല. വേറെ വല്ല സിമ്പിൾ ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചാലഞ്ച്. അതെ അങ്ങനെ ചാലഞ്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറയും കേട്ടോ. മുരിങ്ങ ഒരുത്തന്നാ കരാട്ടയ്ക്ക് പോകാത്ത ആൾക്കാർക്കുള്ള പണിഷ്മെന്റ് ആണ് വീട്ടിലുള്ള പണികളൊക്കെ എടുക്കുക എന്നുള്ളത്. മുരിങ്ങ ഒരുക്കാട്ടെ ഒരുത്താണ്. മുണ്ടാ വെക്കണ്ടേ, മുണ്ടണ്ടേ, കൈ കൊണ്ടാണ്. എന്നോട് ഞാൻ ഇപ്പൊ എന്തേലും പറയാനാ പറഞ്ഞ് കുഞ്ഞാ പറയാൻ പാടില്ലേട്ടാ. ഒരുട്ടാ ഒരു പണി എടുക്കാത്ത കള്ളമടിയൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കള്ളമടിയനാണ് കേട്ടോ. ചുട്ട ഇങ്ങനെ ഒരു ഉടായ്പരാണ്. ഇതൊക്കെ കൊണ്ട് നിന്റെ കെട്ടിയവരെ നാട്ടിക്കാൻ. എന്താ അറിയോ, രമേശേട്ടൻ എടുക്കണ ലോട്ടറികളാണ് കേട്ടോ. ലോട്ടറി ഏകദേശം 3000 രൂപയുടെ ലോട്ടറി കളക്ഷൻ ഉണ്ട് അച്ചുട്ടന്. ഇതൊരു 10,000 ആയിട്ട് വേണം ഇത്ര അച്ഛൻ്റെ അടുത്ത്. എന്തിനാ നിങ്ങൾ ഇതൊക്കെ പടെടുത്തെന്ന് ചോദിക്കാൻ. കണ്ടോ എൻ്റെ കെട്ടിയവൻ ലോട്ടറികളാണ് ഇതൊക്കെ കേട്ടോ. സ്റ്റാമ്പാണ്ടൊക്കെ ഉണ്ടാവില്ല നമ്മൾ ചെറുതലൊക്കെ സ്റ്റാമ്പ് ശേഖരണം പോലെ അച്ചുട്ടൻ്റെ ശേഖരണം ലോട്ടറി ശേഖരണമാണ്. ഇതെന്തിനാണൊക്കെ ഇതായിട്ട് ഇതിന് അച്ഛൻ മേടിച്ച ലോട്ടറികൾ അറിയാലോ. ഏട്ടനെ എങ്ങനെ അറിയോ, ലോട്ടറി കിട്ടിയിട്ടില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്തൊന്ന് പറയും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ 5000 10,000 ഒക്കെ ഒരക്കത്തിനൊക്കെ മാറുമല്ലോ. ലാസ്റ്റ് അക്കം 5 എന്നുള്ളത് 8 അങ്ങനെയൊക്കെ ആയിട്ട് അവരോട് ഇങ്ങോട്ട് നോക്കടി ഒരൊറ്റ അക്കത്തിന് പോയിട്ടോ 5000 ഒരൊറ്റ അക്കത്തിന് പോയിട്ടോ 10,000 എന്നൊക്കെ പറയും. പക്ഷെ ലോട്ടറി അടിച്ച അത് മാത്രം പറയൂല. ഇപ്പം അടുത്തും കൂടെ ഞങ്ങൾ അതിൻ്റെ പേരിൽ തെറ്റിയിട്ടുള്ളൂ. ഏട്ടൻ പണി മാറ്റി വന്നപ്പോഴത്തേക്കും ഞാൻ മുരിങ്ങയൊക്കെ താളിച്ചു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ ഊണൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ ഗുളികയും മരുന്നൊക്കെ അങ്ങോട്ട് കുടിച്ചു. ഏട്ടൻ്റെ വണ്ടി നിർത്താൻ വേണ്ടി ഉമ്മർത്തൊരു പന്തലൊക്കെ ആൾ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.